നമസ്കാരം. അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് പരിഹാരമാരാഞ്ഞ് അരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖി ആന്റണിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അംഗങ്ങൾ നടത്തിയ പ്രക്ഷോഭങ്ങൾക്ക് ഫലം കണ്ടു തുടങ്ങി. കൂടാതെ ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ വിഷമതകൾ പരിഹരിക്കുവാൻ ഹൈക്കോടതി നിയമിച്ച അമിക്കസ് ക്യൂരിയുടെ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചതിൻ്റെ രേഖകളും ലഭ്യമായി. വാർത്തകൾ വിശദമായി. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് പരിഹാരമാരാഞ്ഞ് അരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖി ആന്റണിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അംഗങ്ങൾ നടത്തിയ പ്രക്ഷോഭങ്ങൾക്ക് ഫലം കാണുന്ന സ്ഥിതിയിലായി. ഇന്ന് ഉയരപ്പാത നിർമ്മാണ കരാറെടുത്തിട്ടുള്ള അശോക് ബിൽഡ്കോൺ കമ്പനിയുടെ പ്രതിനിധികൾ അരൂർ പഞ്ചായത്ത് ഓഫീസിലെത്തി പഞ്ചായത്ത് അംഗങ്ങളുമായി ദീർഘമായ ചർച്ച നടത്തി. 2 മണിക്കൂറോളം നീണ്ട ചർച്ചയിൽ വെള്ളക്കെട്ടും ചെളിയും യാത്രാ ദുരിതവുമടക്കം സമാന്തര റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ വിഷയങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. പരിഹാര മാർഗങ്ങളും ചർച്ചയിൽ തീരുമാനമായി. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖി ആന്റണിയുടെയും വൈസ് പ്രസിഡന്റ് ഇ ഇഷാദിൻ്റെയും നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ കരാർ കമ്പനിയുടെ പ്രതിനിധികളായി BGM ഓമനക്കുട്ടൻ നായർ, പ്രോജക്ട് മാനേജർ TS വേണുഗോപാൽ, കമേഴ്ഷ്യൽ മാനേജർ V സദാനന്ദൻ എന്നിവർ പങ്കെടുത്തു. UDF നിരയിൽ നിന്നും പ്രതിപക്ഷ നേതാവ് VK മനോഹരനും പഞ്ചായത്ത് അംഗം CK പുഷ്പനും ചർച്ചയിൽ പങ്കെടുത്തു. ചർച്ചയിലെടുത്ത തീരുമാനങ്ങൾ ഇപ്രകാരമാണ്. നിർമ്മാണം മൂലമുണ്ടാകുന്ന ചെളി 30 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായും നീക്കം ചെയ്യും. ഇപ്പോൾ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയുമാണ്. ഡ്രഡ്ജ് ചെയ്യുമ്പോൾ പുറത്തു വരുന്ന ചെളിയും വെള്ളവും റോഡിലേക്ക് ഒഴുകാതിരിക്കാനുള്ള സംവിധാനം നടപ്പിലാക്കും. ഡ്രഡ്ജ് ചെയ്തെടുക്കുന്ന വെള്ളം ടാങ്കറിൽ ശേഖരിച്ച് കമ്പനിയുടെ ഉത്തരവാദിത്തത്തിൽ നീക്കം ചെയ്യും. വെള്ളവും ചെളിയും നീക്കം ചെയ്യുന്നത് മോണിറ്ററിംഗ് ചെയ്തുകൊണ്ടേയിരിക്കും. ബാരിക്കേഡ് ഒരുക്കാൻ സ്ഥാപിച്ചിട്ടുള്ള ഷീറ്റിൻ്റെ അപകട സാധ്യതയുള്ള തള്ളി നിൽക്കുന്ന ഭാഗം കമ്പനിയുടെ നേതൃത്വത്തിൽ ക്ലിയർ ചെയ്യും. വട്ടക്കേരി റോഡിൻ്റെയും ഓൾഡ് നാഷണൽ ഹൈവേയുടെയും ഭാഗത്തുള്ള കുഴികൾ അടച്ച് അറ്റകുറ്റപ്പണി നടത്തി സഞ്ചാരയോഗ്യമാക്കി തരും. വാഹന ഗതാഗതത്തിനുള്ള ഭാഗം 3.5 മീറ്റർ മുതൽ 4 മീറ്റർ വരെ ടൈൽ ചെയ്ത് ക്ലിയർ ചെയ്യും. ടൈൽ ചെയ്തതിൻ്റെ ബാക്കി ഭാഗത്തുള്ള ചെളിയും വെള്ളവും നീക്കി മെറ്റലിട്ട് ഫില്ല് ചെയ്യുകയും നടപ്പാത 1 മീറ്റർ വീതിയിൽ പണിത് നടക്കുവാൻ പാകത്തിൽ ഒരുക്കുകയും ചെയ്യും. ഇതിനായി 7 ദിവസം സാവകാശം നൽകും. അരൂർ തുറവൂർ റൂട്ടിൽ ബദൽ യാത്രാ സംവിധാനം ഒരുക്കുവാനും തീരുമാനിച്ചു. നിലവിലുള്ള ഡ്രൈനേജുകൾ ക്ലിയർ ചെയ്തുകൊണ്ട് കാനകൾ കൂട്ടിമുട്ടിക്കുവാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ അതിനുള്ള സംവിധാനം ഒരുക്കും. പുത്തൻതോടിൽ ചെളി നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തിയാൽ അത് ക്ലിയർ ചെയ്യും. ഓൾഡ് NH റോഡ് മികച്ച ഗുണനിലവാരത്തോടെ പുനർനിർമ്മിക്കും. ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ തീരുമാനങ്ങൾ NH അതോറിറ്റി, പോലീസ് വകുപ്പ്, മറ്റ് ഭരണ സംവിധാനങ്ങൾ എന്നിവയുടെ സഹായത്തോടെയും സഹകരണത്തോടെയും നടപ്പിലാക്കും. ചന്ദ്രു സ്കൂളിന്റെ പ്രദേശത്ത് നേരത്തെ സ്വാഭാവികം ഉണ്ടാവാറ്. ആ വെള്ളക്കെട്ട് മഴ കുഴപ്പം മാറി കഴിയുമ്പോൾ ആ വെള്ളക്കെട്ട് ഒഴിവായിരുന്നു. നിലവിൽ ഇപ്പൊ ചെളി ഇപ്പൊ നമുക്ക് കാണാമല്ലോ. ഇപ്പൊ ചെളി അവിടെ ഫയൽ ചെയ്തെടുക്കുന്ന ചെളി നിലവിൽ അത് മാറ്റാത്തത് കൊണ്ട് ഈ മഴ പെയ്യുന്ന അതിനകത്ത് ആ 2 ബാരിക്കേഡ് വെച്ചിട്ടുള്ളിൽ കിടക്കണം. ഈ ചെളി ഉൾപ്പെടെ മഴ പെയ്യുമ്പോൾ നേരെ പൊളിച്ചിട്ട് അതിനാണ് എന്റെ ബുദ്ധിമുട്ട് വരുന്നത്. എല്ലാം വരുന്നത് ജനങ്ങളുടെ പ്രതിഷേധം കംപ്ലീറ്റ് വരുന്നത് പഞ്ചായത്തിനെതിരെ. പഠനം നടത്താതെയാണ് ഈ കാര്യങ്ങൾ നടത്തുന്നത്. സാർ പറഞ്ഞല്ലോ ഇവിടെ വെള്ളം ഉണ്ടാവും, ഞങ്ങൾ പറയുന്നതിന് പത്രക്കട്ടുകൾ എടുത്ത് അതിനകത്ത് വെള്ളക്കെട്ട് ഉണ്ടായെന്ന് സാർ പറഞ്ഞു. സെന്റ് മേരീസ് ചർച്ചിന്റെ മുമ്പിലുള്ള കാണാൻ നിങ്ങൾ ആദ്യം മൂടി, അതിനുശേഷം നിങ്ങൾ ഇപ്പൊ രണ്ടാമത് വീണ്ടും തെരഞ്ഞു ക്ലീൻ ചെയ്യാൻ തുടങ്ങിയത് ഈ പ്രതിസന്ധി വന്നതിന് ശേഷമാണ്. ക്ലീൻ ചെയ്യാറുണ്ടായിരുന്നു, പക്ഷെ കഴിഞ്ഞ വർഷങ്ങളിൽ അത് നടന്നിട്ടില്ല. നിലവിൽ അവർ ആ വർക്കുകളെല്ലാം ഡ്രൈനേജ് സംവിധാനമെല്ലാം അവർ ഒഴിവാക്കണത്. കാരണം നിലവിലൊരു എലിവേറ്റഡ് ഹൈവേ വരുമ്പോൾ പിന്നീട് അവിടെ കാണ പണിയുന്നത്, ഹൈവേ വികസനം വന്നാൽ പിന്നീട് അവിടെ കാണ പണിയുന്നത്, പിന്നെ അതൊരു അനാവശ്യ ചെലവായിരിക്കും. ഞങ്ങൾക്ക് കെട്ടിയിരിക്കുന്നത് 27.5 മീറ്റർ വീതിയാണ് ലാൻഡ് കെട്ടിയിരിക്കുന്നത്. NHയിൽ നിന്ന് ലാൻഡ് കെട്ടിയിരിക്കുന്നത് 27.5 മീറ്റർ. ഞങ്ങൾക്ക് ബ്രിഡ്ജ് പണിയേണ്ടത് 24.5 മീറ്റർ. ബാക്കി എത്ര ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ? സൈഡിലും കൂടി 1.5 മീറ്ററാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഈ 27.5 മീറ്റർ വീതിയിൽ 24.5 മീറ്റർ പാത ഒരുക്കണമെങ്കിൽ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിയമിച്ച അമിക്കസ് ക്യൂരിയായ അഡ്വക്കേറ്റ് S വിനോദ് ഭട്ട് ഇന്ന് സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ ഇവയാണ്. അരൂർ തുറവൂർ ദേശീയപാതയോരത്ത് 12
75 കിലോമീറ്റർ വീതം ഇരുവശങ്ങളിലുമായി മൊത്തം 25.5 കിലോമീറ്റർ 3.5 മീറ്റർ വീതിയിൽ കുഴികളില്ലാത്ത വിധം വാഹന ഗതാഗത സൗകര്യമുള്ള റോഡ് നിർമ്മിക്കണം. ഓവർടേക്കിങ്ങിന് അവസരമില്ലാത്തതും എന്നാൽ അടിയന്തര ഗതാഗത സൗകര്യമുള്ളതുമായിരിക്കണം റോഡ് നിർമ്മാണം. കാലാവസ്ഥാ വ്യതിയാനത്തിൽ തകരാത്ത വിധം 1.5 മീറ്റർ നടപ്പാത നിർമ്മിക്കണം. വെള്ളമൊഴുക്ക് വിടാൻ പമ്പുകൾ സ്ഥാപിക്കണം. അടഞ്ഞുകിടക്കുന്ന അഴുക്കുചാലുകൾ ശുചിയാക്കണം. ട്രാഫിക് ബ്ലോക്കിന് ജില്ലാ ഭരണകൂടവും പോലീസ് അധികൃതരും ചേർന്നാണ് പരിഹാരം കാണേണ്ടത്. ഇന്ന് ജൂലൈ 9 ചൊവ്വാഴ്ച രാവിലെ നേരിട്ട് പരിശോധന നടത്തിയപ്പോൾ നടപ്പാത 750 മീറ്റർ മുതൽ 1 കിലോമീറ്റർ വരെ മാത്രമേ സ്ഥാപിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള ഭാഗം ഇനിയും പൂർത്തിയാക്കാനുണ്ട്. 3.5 മീറ്റർ വീതിയിൽ റോഡ് നിർമ്മാണം പൂർത്തിയാകാനുണ്ട്. സ്കൂളിൽ പോകുന്ന കുട്ടികൾ ബസ്സുകളിൽ കയറുവാനായി ചെളിവെള്ളത്തിലൂടെ വളരെ പരിതാപകരമായ രീതിയിൽ നടക്കുന്നത് കാണാമായിരുന്നു. അമിക്കസ് ക്യൂരി സമർപ്പിച്ച റിപ്പോർട്ട് ഇപ്രകാരമായിരുന്നു. വ്യാഴാഴ്ച കേസ് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും. അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി LS അശോക് കുമാർ. നന്ദി.